ആൻറ്റിവനം ശാസ്ത്രവും കേരളത്തിലെ യാഥാർത്ഥ്യവും. കേരളത്തിലെ പറമ്പുകളിലും കാടുകളിലും പാമ്പ് കടിയേറ്റാൽ പലർക്കും ഉണ്ടാകുന്നൊരു വലിയ ആശങ്കയുണ്ട്. അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ആൻറ്റിവനം കിട്ടുമോ? കാരണവശാലും പാമ്പ് കടിയേറ്റ് താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുകൾ നിങ്ങൾ എത്തിക്കാതിരിക്കുക. ശരിയാണ്, ആൻറ്റിവനം അവിടെ ഇരുന്നോട്ടെ. ആൻറ്റിവനം ചുമ്മാ സോക്കേസിലോ ഫ്രിഡ്ജിലോ ഇരുന്നിട്ട് കാര്യമില്ല. അത് കൊടുക്കാനുള്ള ഡോക്ടർമാർ ആ ഹോസ്പിറ്റലിലോ ഇല്ല, ഒരിടത്തും ഇല്ല. നമ്മുടെ നാട്ടിൽ പാമ്പടിയേൽക്കുന്ന കേസുകൾ കൂടി വരികയാണ്. പ്രത്യേകിച്ച് ചൂട് കൂടുന്ന സമയത്തും മഴക്കാലത്തും പാമ്പുകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് സാധാരണമാണ്. പക്ഷേ ഈ ആൻറ്റിവനം സത്യത്തിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ അത് ഇന്നും ലഭ്യമാണോ? ആൻറ്റിവനം എക്സ്പയറി ആയാൽ എന്തു സംഭവിക്കും? ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. ആൻറ്റിവനം നിർമ്മാണം തികച്ചും അത്ഭുതകരമായ ഒരു ശാസ്ത്രീയ പ്രക്രിയയാണ്. ഇതിന്റെ അടിസ്ഥാനം മൃഗങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയാണ്. എങ്ങനെ ആൻറ്റിവനം നിർമ്മിക്കുന്നു? ആദ്യം പാമ്പുകളിൽ നിന്ന് വിഷം ശേഖരിക്കുന്നു. ഈ വിഷം ചെറിയ അളവിൽ കുതിരകൾക്കോ ആടുകൾക്കോ കുത്തിവെക്കുന്നു. കുതിരയുടെ ശരീരത്തിൽ ഈ വിഷത്തെ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിന്നീട് ആ കുതിരയുടെ രക്തം ശേഖരിച്ച് അതിൽ നിന്ന് ഈ ആന്റിബോഡികൾ വേർതിരിച്ചെടുക്കുന്നു. ഇതാണ് നമ്മൾ ആൻറ്റിവനമായി ഉപയോഗിക്കുന്നത്. എന്താണ് ആൻറ്റിവനം എക്സ്പയറി ഡേറ്റ്? ഓരോ മരുന്നിനും എന്നതുപോലെ ആൻറ്റിവനത്തിനും എക്സ്പയറി തീയതിയുണ്ട്. കൃത്യമായ ഊഷ്മാവിൽ സാധാരണയായി 4 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിന്റെ വീര്യം കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ എക്സ്പയറി തീയതി കഴിഞ്ഞാലും പല ആൻറ്റിവനങ്ങളും ഫലപ്രദമാണെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളിൽ മെഡിക്കൽ പ്രോട്ടോകോൾ അനുസരിച്ച് തീരുമാനങ്ങൾ മാത്രമാണ് എടുക്കാറുള്ളത്. കേരളത്തിലെ നിലവിലെ അവസ്ഥ. ലഭ്യത. കേരളത്തിലെ ഏകദേശം 151ഓളം സർക്കാർ ആശുപത്രികളിൽ ആൻറ്റിവനം ലഭ്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികൾക്ക് ഇത് ലഭ്യമാക്കാൻ സർക്കാർ തലത്തിൽ പ്രത്യേക പദ്ധതികളുമുണ്ട്. വെല്ലുവിളികൾ. ആൻറ്റിവനം സ്റ്റോക്ക് ഉണ്ടെങ്കിലും അത് നൽകിയ ശേഷം രോഗിയിൽ ഉണ്ടാകാവുന്ന അലർജി പോലുള്ള പാർശ്വഫലങ്ങളെ നേരിടാനുള്ള IC സൗകര്യങ്ങളും വിദഗ്ധരായ ജീവനക്കാരുടെ കുറവുമാണ് പലപ്പോഴും ഹോസ്പിറ്റലുകൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. കാരണവശാലും പാമ്പ് കടിയേറ്റ് താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുകൾ നിങ്ങൾ എത്തിക്കാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ആൻറ്റിവനം ഉണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നു. ആൻറ്റിവനം ഉണ്ട്, ശരിയാണ്, ആൻറ്റിവനം അവിടെ ഇരുന്നോട്ടെ. ആൻറ്റിവനം ചുമ്മാ സോക്കേസിലോ ഫ്രിഡ്ജിലോ ഇരുന്നിട്ട് കാര്യമില്ല. അത് കൊടുക്കാനുള്ള ഡോക്ടർമാർ ആ ഹോസ്പിറ്റലിൽ ഇല്ല, ഒരിടത്തും ഇല്ല. രാത്രി കാലത്ത് ഒരാൾ ഒരു പെട്ടെന്നൊരു എമർജൻസി എന്നാൽ അവിടെ കൊടുക്കാൻ പറ്റുന്ന ഡോക്ടർമാരില്ല. ആൻറ്റിവനം വെച്ചിട്ട് പറഞ്ഞാൽ ആൻറ്റിവനം ചെയ്യണമെങ്കിൽ എന്താ പറയുക, ആൻറ്റിവനം കൊടുത്തു കഴിഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് വരാം. കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ കാർഡിയാക് അറസ്റ്റ് വരാൻ തടയാനുള്ള മരുന്നുകൾ വേറെ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ അറിയാനുള്ള ആൾക്കാരില്ല അവിടെ വേണ്ടത്. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും താലൂക്ക് ഹോസ്പിറ്റലിൽ രാത്രി ഉണ്ടോ? പ്രത്യേക ശ്രദ്ധയ്ക്ക്. നിലവിൽ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നത് മിക്കവാറും ബിഗ് 4, അതായത് കോബ്ര, കോമൺ ക്രൈറ്റ്, ബ്രസൽസ് വൈപ്പർ പാമ്പുകൾക്കെതിരെയുള്ള ആൻറ്റിവനമാണ്. എന്നാൽ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന എല്ലാ തരം പാമ്പുകൾക്കും ഈ ആൻറ്റിവനം പൂർണ്ണമായും ഫലപ്രദമാകണമെന്നില്ല. ഇതും ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു പാമ്പ് കടിയേറ്റാൽ സമയം ഒട്ടും പാഴാക്കാതെ തന്നെ വിദഗ്ധ ചികിത്സ ലഭ്യമാകാവുന്ന ഹോസ്പിറ്റലുകളിലേക്ക് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനം. പാമ്പുകളെ ഭയക്കുന്നതിനേക്കാൾ ഉപരി അവയെ മനസ്സിലാക്കാനും കടിയേൽക്കാതിരിക്കാനും ശ്രദ്ധിക്കാനും നമുക്ക് സാധിക്കണം. കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വന്യജീവി അറിവുകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.